ഹായ് ഗൈസ്, ഇനി നമ്മൾ ഇതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണേ. ഇത് സദ്യപരമായിട്ടുള്ള ഇതല്ല, ഇതൊരു ഫ്രൂട്ട്സ് കസ്റ്റഡ് കേട്ടാ. എല്ലാ ഫ്രൂട്ട്സുകളും വെച്ചിട്ട് നമ്മളിത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് മാങ്ങയാണ് കേട്ടോ. മാങ്ങ നമുക്ക് ഒരെണ്ണം നമ്മൾ ഇതേ വാങ്ങിച്ച് നുറുക്കിയിട്ടുണ്ട്. ഇത് വാങ്ങിച്ചു, ഇത് വെച്ചു. പിന്നെ നമ്മൾ ആപ്പിള് ഓക്കെ ഇതിട്ടു. പിന്നെ നമ്മൾ നേന്ത്രപ്പഴം ഇല്ലേ, അത് നമ്മുടെ ഉള്ളിലത്തെ കറുപ്പ് അരിയില്ല, അത് കളഞ്ഞിട്ട് നുറുക്കി വെച്ചത് അതിട്ടു. പിന്നെ നമ്മൾ കിവിയൊക്കെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അത് ഇച്ചിരി പുളിയുള്ളത് പരമാവധി ഇതിൽ ഇടാതിരിക്കുക. പിന്നെ നമ്മൾ ഓറഞ്ച് ഒരെണ്ണം എടുത്തിട്ട്, ഓറഞ്ചിൻ്റെ സ്മെല്ല് രുചി നല്ലതാണ്, ഇട്ടു. പിന്നെ കറുത്ത മുന്തിരി അതിട്ടു. നമ്മുടെ ഗ്രീൻ കളർ മുന്തിരി. ഇത് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഇട്ടാം കേട്ടോ, നമ്മളിങ്ങനെ ഇട്ടുന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇത് നാടനായിരുന്നു ഗൈസ്, അതുകൊണ്ട് തന്നെ ഇത്രയും കളറ് വരുന്നത്. അല്ലെങ്കിൽ നല്ല ചുവപ്പ് കളർ ഉണ്ടാവില്ലേ, ഇത് നാടൻ. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്ക് തേന ഒഴിക്കും. തേന ഒഴിച്ചിട്ട് കുറച്ച് തേന ഒഴിക്കാം. ഇങ്ങനെയാണ് ഒഴിക്കുന്നത് കാണിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തേന ഇതിൽ യൂസ് ചെയ്യാം. ചിലവർ നമ്മൾ പഞ്ചസാരയില്ലേ കയറുമൽ ചെയ്ത് ഒഴിക്കും. അപ്പോൾ തേൻ നല്ലതാണ്. തേൻ നമുക്ക് എപ്പോഴും നമുക്കും നല്ലതല്ലേ. ഇത് നാടൻ തേനാണ്, ഇതിന് പൈസയും കൂടുതൽ. ഓക്കെ, ഫ്രൂട്ട്സ് ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇത്തിരി അധികം എടുത്ത് അത്രയും തേൻ ഒഴിച്ചു. ഇത് നമ്മൾ ഇളക്കിയിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൂട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഇതിനെ പൊത്തി വയ്ക്കണം. അപ്പോൾ അത് സെറ്റാവും. അപ്പോഴേക്കും നമ്മൾക്ക് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് പാലിൽ കലക്കി വേവിച്ച് അത് റെഡിയാക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് അഭിപ്രായം കമൻറ്റിൽ പറയണം ഗൈസ്. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കി നോക്കണമല്ലോ എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ ഓക്കെ, ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് മൂടി വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ എപ്പോഴും മൂടി വെച്ചോളൂ. ഓക്കെ, ഇത് കഴിച്ചത് നമുക്ക് പാല് 1/2 ലിറ്റർ പോരാ. എനിക്ക് ഇതെല്ലാം ഫ്രൂട്ട്സൊക്കെ ഇത്തിരി അധികം ഉള്ളതുകൊണ്ട് 1/2 ലിറ്ററും എടുത്തു, ഇതിൻ്റെ 1 കപ്പ് കൂടി എടുത്തു ഞാൻ. അപ്പോൾ ഈ പാല് നമുക്ക് ഈ പാത്രത്തിൽ വയ്ക്കാം കേട്ടോ. 1/2 ലിറ്ററും 1 കപ്പും ഉണ്ട്. ഇതിൻ്റെ 1 കപ്പും കൂടി എടുത്തു ഞാൻ, കാരണം ഫ്രൂട്ട്സൊക്കെ കൂടുതൽ ഇച്ചിരി അധികം ഉണ്ട്. ഈ കസ്റ്റാർഡ് പൊടി പൗഡർ ഇതൊക്കെ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം ഇത്തിരി ഫ്രൂട്ട്സൊക്കെ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി അധികം എടുത്തത്. കൂടാൻ പാടില്ല കേട്ടോ.